ഇപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ദുരിതബാധിത മേഖല സന്ദർശിച്ചു. ഇവിടെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരൊക്കെ സന്ദർശിച്ചു. അദ്ദേഹം നമ്മോടൊപ്പമുണ്ട്. പക്ഷേ വലിയൊരു ദുരന്തമാണ് നടന്നിരിക്കുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായ ഒരു ദുരന്ത സംഭവമാണിപ്പോൾ ഉണ്ടായിട്ടുള്ളത്. വളരെയേറെ ആളുകൾ ഇപ്പോൾ തന്നെ മരണപ്പെട്ട വിവരമാണ് നമുക്ക് അറിയുന്നത്. നിരവധി ആളുകൾ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. അവരോടൊപ്പമുള്ള കുടുംബാംഗങ്ങൾ തന്നെ എവിടെയാണ് എന്നുള്ളത് അവർക്ക് തന്നെ ധാരണയില്ലാത്ത അവസ്ഥയാണ്. വളരെയേറെ ശ്രദ്ധേയമായ രീതിയിലുള്ള ഒരു ഇടപെടലാണ് എല്ലാ മേഖലയും ചേർത്തുകൊണ്ട് ഇപ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുന്നത്. ഈ രക്ഷാപ്രവർത്തനം ഏത് രൂപത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് പട്ടാളം ഇറങ്ങി കഴിഞ്ഞു. താൽക്കാലികമായ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തകർ ഇപ്പോൾ അപ്പുറം കടന്നു കഴിഞ്ഞു. അവിടെ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിച്ചുകൊണ്ട് ആശുപത്രിയിലേക്ക് അവർ എത്തി തുടങ്ങുന്ന സ്ഥിതിയാണ് ഉള്ളത്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് ഈ മുണ്ടക്കൈ മേഖലയിൽ എത്തിച്ചേരുക എന്നുള്ള പ്രശ്നമായിരുന്നു. ഇപ്പോൾ മുണ്ടക്കൈ മേഖലയിൽ എത്തിക്കഴിഞ്ഞു. അതുപോലെ തന്നെ പട്ടാളവും ആ മേഖലയിലേക്ക് തന്നെ പോവുകയാണ്. ഒരു ബറ്റാലിയൻ ഇപ്പോഴും ഇറങ്ങി, രണ്ടാമത്തെ ബറ്റാലിയനും ഇറങ്ങാൻ പോവുകയാണ്. എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും, പ്രത്യേകിച്ച് ഫയർഫോഴ്സ്, പോലീസ്, അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകർ, പട്ടാളം, എല്ലാവരുടെ കഴിവിൻ്റെ പരമാവധി ഇപ്പോൾ രംഗത്തിറങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മന്ത്രിമാരുടെ കേന്ദ്രീകരിക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ AK ശശീന്ദ്രൻ അവിടെ ഇന്നലെ രാത്രി, ഇന്ന് രാവിലെ മുതലുണ്ട്. രാമേന്ദ്രൻ കടന്നപ്പള്ളി അവിടെയുണ്ട്. അതുപോലെ തന്നെ ജനപ്രതിനിധികളൊക്കെ അവിടെയുണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെ റിയാസും കെരാജനൊക്കെ എത്തിക്കഴിഞ്ഞു. EP ജയരാജൻ ഇപ്പോൾ ഞങ്ങളൊപ്പം തന്നെ ഇവിടെയുണ്ട്. എല്ലാ തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇടപെടലും ഔദ്യോഗികമായും അനൗദ്യോഗികമായും ജനപ്രതിനിധികളെന്ന രീതിയിലും നാട്ടുകാരെന്ന രീതിയിലും ആയിരക്കണക്കിന് ആളുകളാണ് സന്നദ്ധ പ്രവർത്തകരായിട്ട് അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അവരെല്ലാം വളരെ ഫലപ്രദമായ രീതിയിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും വളരെയേറെ ദുഃഖകരമായ ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ചൂരൽമലയിലുണ്ടായിട്ടുള്ള സംഭവങ്ങൾ, ചുറ്റുവട്ടമുണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ ഇപ്പോഴും ഉരുൾപൊട്ടിക്കൊണ്ടിരിക്കുന്നു. കാലാവസ്ഥ വളരെ വളരെ ദുഷ്കരമായ ഒരവസ്ഥയിലാണ്. കുറച്ചുകൂടി കഴിയുമ്പോഴവിടെ ഇരുട്ടാവുന്ന നില വരും. അപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് പ്രയാസം നേരിടുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ജനങ്ങളാകെ സഹകരിച്ച്, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റുകൾ മുഴുവൻ ഏകോപിപ്പിച്ച്, കലക്ടർ ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ IG ഉൾപ്പെടെയുള്ള എല്ലാവരും, SP-യും IG-യും ഔദ്യോഗിക സംവിധാനങ്ങളാകെ ഇപ്പോൾ കർമ്മനിരതരായിട്ട് അവിടെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഞങ്ങളിപ്പോൾ ആശുപത്രിയിൽ രോഗികളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ക്യാമ്പുണ്ട്, ക്യാമ്പിലും സന്ദർശിക്കാൻ പോകുന്നത്. വളരെ ജാഗ്രതയോടുള്ള രക്ഷാപ്രവർത്തനം തുടരുന്നുവെന്നാണ് MV ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്.